സംവിധാനം ഒരുക്കണം. സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സിക്കാൻ പണമില്ലാത്ത സാധാരണക്കാർ എത്തുന്നത് സർക്കാർ ആശുപത്രികളിലാണ്. ഇനിയിപ്പോ ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവർ മാത്രമല്ല, സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ളവർ സർക്കാർ ആശുപത്രികളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോ ഏറ്റവും സൗജന്യമായി, അതാണ് ഞാൻ പറഞ്ഞത്, 1600 കോടി രൂപ ഒരു വർഷം ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്, കേരളം എന്ന നമ്മുടെ സംസ്ഥാനം 1600 കോടി രൂപ നൽകി ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നു എന്ന് പറയുന്നത് കേരളമല്ല, കേന്ദ്ര സർക്കാരാണ് പറയുന്നത്. കേന്ദ്ര സർക്കാർ പറയുകയാണ്, നോക്കൂ, ഇന്ത്യയിൽ ഇത്രയും സംസ്ഥാനങ്ങളിൽ ഏറ്റവും അധികം തുക സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി നൽകുന്ന സംസ്ഥാനം കേരളമാണ്. നമ്പർ ഓഫ് പേഷ്യൻസ്, നമ്പർ ഓഫ് ഇന്റർവെൻഷൻസ്, നമ്പർ ഓഫ് കേസസ്, നമ്പർ ഓഫ് ഡോക്ടേഴ്സ്, ഇതൊക്കെ നമ്മൾ നോക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ, ഏതെങ്കിലും കാലഘട്ടത്തിൽ ആർദ്രത്തിലൂടെ ആയിരക്കണക്കിന് തസ്തികകൾ ആരോഗ്യ വകുപ്പിൽ സൃഷ്ടിച്ചു, ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ എന്നിട്ടും പോരാ, സിസ്റ്റത്തിൽ കറക്ഷൻ ഉണ്ടാകണം. അങ്ങനെ സൂക്ഷ്മമായ കറക്ഷൻ ആവശ്യം ഉണ്ട് എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അതാണ്. അദ്ദേഹത്തിന് വിശ്വാസമുള്ളത് കൊണ്ട് ആണത് ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആളുകളെ അറിയിച്ചിട്ട് അത് സാധിക്കാതെ വരുമ്പോൾ അദ്ദേഹം അത് ശ്രദ്ധിക്കേണ്ട ഇടത്ത് അത് എത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്തത് ആയിരിക്കാം. പക്ഷെ അത് പരിശോധിക്കപ്പെടട്ടെ. അതെങ്ങനെ സിസ്റ്റം എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ട്, സർക്കാരുമുണ്ട്,